ഷാജിക്കാവിന്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നാടൻ വിഭവം തന്നെയാണ്. ഇത് നമ്മൾ ചക്കക്കുരു കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചക്കയുടെ സീസൺ എല്ലാം ഇങ്ങനെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ചക്ക സീസണാണ്. അപ്പോൾ ചക്ക ധാരാളമായിട്ട് പഴുത്ത ചക്കയും പച്ച ചക്കയൊക്കെ നമ്മൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചക്കക്കുരുവും ധാരാളം വീട്ടിലുണ്ടാവും. ഈ ചക്കക്കുരു കൊണ്ട് നമുക്ക് നല്ലൊരു തോരൻ തയ്യാറാക്കിയാലോ? ചക്കക്കുരു മുട്ടത്തോരൻ. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കക്കുരു 50 എണ്ണം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തത്, മുട്ട 3 എണ്ണം, എണ്ണ 1.5 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4-5, കറിവേപ്പില 2 തണ്ട്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1.5 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പച്ചമുളക് 5 എണ്ണം, വെളുത്തുള്ളി 2 വലിയ അല്ലി, ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ നമ്മളുടെ ചക്കക്കുരു മുട്ടത്തോരൻ തയ്യാറാക്കി തുടങ്ങാം. അപ്പൊ അതിനൊരു 50 ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് 40 മുതൽ 50 എണ്ണം വരെ എടുക്കാം. തൊലിയെല്ലാം ചുരണ്ടി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് അങ്ങ് വെന്ത് പോകും. നമുക്കങ്ങനെ ഒരുപാട് വേഗണ്ട. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്താലും മതിയാകും. എന്തായാലും ചക്കക്കുരു വേവിച്ചെടുത്തിട്ട് അതൊന്ന് അമ്മിക്കല്ലിൽ വെച്ച് തല്ലിയെടുത്താൽ ഏറ്റവും നല്ല. ഇപ്പൊ നമ്മളുടെ ഫ്ലാറ്റുകളിലെല്ലാം ഇങ്ങനെ ചെറിയ ഇടിയലുണ്ടാവും. അതിനകത്ത് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ 2-3 വെച്ച് ഇങ്ങനെ തല്ലി എടുക്കുക. അങ്ങനെയായിരിക്കും എളുപ്പം. അപ്പോൾ അങ്ങനെ നമ്മൾ ചതച്ചെടുത്ത്, അതായത് തല്ലിയെടുത്ത് വേവിച്ച് ചക്കക്കുരുവാണിത്. അപ്പോൾ ഒരുപാട് വെന്ത് പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ഇത് ഇച്ചിരി മാവ് പോലെ ഇരിക്കും. കുറച്ചിങ്ങനെ എന്താ പറയുക, തോരന്റെ ഒരു പാകം ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ ചക്കക്കുരു. ഇനി വേണ്ടത് അരപ്പ്. അരപ്പെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1-1.5 കപ്പോളം തേങ്ങ. തേങ്ങയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് 1 കപ്പ് മതിയാകും. കാര്യം ഒരുപാട് തേങ്ങ ഇഷ്ടമില്ലാത്തവരുണ്ട്. അല്ലെങ്കിൽ 1.5 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ ഈ തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം, തോരന്റെ ജീരകം. പിന്നെ 2 വലിയ അല്ലി വെളുത്തുള്ളി. ചൈന വെളുത്തുള്ളി ആണെങ്കിൽ 2 വലുത്, ചെറുതാണെങ്കിൽ ഒരു 4 അല്ലി വെളുത്തുള്ളി. പിന്നെ ഇതിൽ ഇച്ചിരി പച്ചമുളകിന്റെ പ്രയോഗം കൂടുതലാണ്. സാധാരണ തോരനിൽ നമ്മൾ ഒരു 2 പച്ചമുളകൊക്കെ അരയ്ക്കാറുള്ളൂ. പക്ഷെ ഈ ചക്കക്കുരു മുട്ട തോരനിൽ 5 പച്ചമുളക്, വലിയ പച്ചമുളക്, നോക്കൂ സൈസ്, വലിയ പച്ചമുളക് ഒരു 5 എണ്ണമാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ചെറിയ പച്ചമുളകാണെങ്കിലും ചിലപ്പോൾ നല്ല എരിവുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 എണ്ണം മതി. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 5 എന്നുള്ളത് 6 ആയാലും 7 ആയാലും കുഴപ്പമില്ല. എന്തായാലും ഇച്ചിരി എരിവ് വേണം അരപ്പിന്. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് തോരന്റെ പാകത്തിനൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ അരപ്പും റെഡിയാണ്. ഞാൻ അതിനോടൊപ്പം തന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. നിർബന്ധമില്ല, വേണമെങ്കിൽ കറിവേപ്പില ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് ചതയ്ക്കാനും ചേർക്കാം. പിന്നെ നമ്മൾ താളിക്കുന്ന സമയത്തും കറിവേപ്പില ചേർക്കാം. കറിവേപ്പില എത്ര ചേർത്താലും നല്ലതാണ് ആരോഗ്യത്തിന്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു ചീനച്ചട്ടി വെക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആദ്യം കടുക്, ആവശ്യത്തിന് വറ്റൽമുളക് 1, 2, 3, 4 എത്ര വേണമെങ്കിലും ആകാം, മുറിച്ചിടാം. അതുപോലെ കറിവേപ്പില. അരപ്പിന്റെ പച്ചച്ചുവ മാറും. അരപ്പിലെ പച്ചച്ചുവ ഒന്ന് മാറിയിട്ടാണ് നമ്മൾ ചക്കക്കുരു ചേർക്കേണ്ടത്. ഇനി ഒരല്പം ഉപ്പും കൂടി അരപ്പിനോടൊപ്പം ചേർക്കാം. ചക്കക്കുരു വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് വേവിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നീട് ചേർക്കുന്ന ഉപ്പ് ശ്രദ്ധിച്ച് ചേർക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ഉപ്പില്ലാണ്ടാണ് ചക്കക്കുരു വേവിച്ചിരിക്കുന്നത്. അരപ്പിനെ നമുക്കൊന്ന് അടച്ചിടാം. 2-3 മിനിറ്റ്. ഇപ്പൊ ഏകദേശം 2 മിനിറ്റ് സമയമായി. നമുക്ക് അടപ്പ് തുറക്കാം. ഇപ്പൊ അരപ്പിന്റെ പച്ചച്ചുവയൊക്കെ മാറി നല്ലൊരു മണം വരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ചതച്ചെടുത്ത ചക്കക്കുരു, ഇത് ഏകദേശം ഒരു 40-45 ചക്കക്കുരു ഉണ്ടായിരുന്നു. പൊടി പോലെ ആക്കി എടുത്തിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടാവും. അതും കൂടി ചേർത്തൊന്ന് ഇളക്കാം. നന്നായിട്ട് യോജിപ്പിക്കും. ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യം, ഇത് ചക്കക്കുരു
മുട്ടത്തോരനാണ്. അപ്പോൾ ഒരല്പം എണ്ണയും കൂടി നടുക്ക് ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്കൊരു 3 മുട്ട. മുട്ടയുടെ അളവൊക്കെ എത്ര വേണമെങ്കിലും ആവാം. 2 ആകാം, 1 ആകാം, 3 ആകാം, 4 ആകാം. നമ്മളിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് ചേർക്കുന്നത്. അങ്ങനെ 3 മുട്ടയും പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞു. ഇനി മുട്ടയ്ക്കൊരൽപ്പം ഉപ്പ് വേണ്ടേ? അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് മുട്ടയിൽ തന്നെ ചേർക്കാം. അത്രയും ഉപ്പ് മതി. അപ്പം അത് ചെറുതായിട്ടൊരു സ്ക്രാമ്പിൾഡ് ആകാൻ തുടങ്ങുന്ന ഒരു പാകമുണ്ട്. ആ പാകമായി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഒരു സ്ക്രാമ്പിൾഡായി വരികയാണ്. അതായത് ഇങ്ങനെ മുട്ട ഇങ്ങനെ കട്ടിയായി തുടങ്ങുന്നു. ഒരു തോരൻ്റെ പാകത്തിലേക്ക് പോകുന്ന ഈ ഒരു പാകത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. എല്ലാ ഭാഗത്തേക്കും മുട്ട ഇങ്ങനെ സ്പ്രെഡ് ആകുന്ന, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആകുന്ന ഒരു പരുവം അല്ലേ. ഇപ്പൊ മുട്ടയുടെ ആ ഒരു സ്ക്രാമ്പിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ കട്ടിയായി തുടങ്ങുന്നേ ഉള്ളൂ. അതിൽ ചെറിയൊരു കുഴമ്പ് ഭാഗത്തിലാണ്. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടില്ല, ഉണങ്ങിയിട്ടില്ല. ഇനി അത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ യോജിച്ച് കിട്ടും. ഇനി നമ്മൾ ഇളക്കി വീണ്ടും ഒരു തോരൻ പാകത്തിലാകും. അപ്പൊ മുട്ടയുടെ പീസസ് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു ചക്കക്കുരു മുട്ട തോരനായി മാറിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഒന്ന് തോർത്തെടുത്താൽ മാത്രം മതി. ഒന്ന് ഡ്രൈ ആക്കി. ഇത് തോരനല്ലേ, അപ്പോൾ ഒരു ഡ്രൈ നല്ലതായിട്ട് തോർന്നിരിക്കണം. ചക്കക്കുരു മുട്ട തോരൻ ഇപ്പം ശരിക്കും നന്നായിട്ട് തോർന്നു കഴിഞ്ഞു. ഒരു തോരൻ്റെ പാകമായി കഴിഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് മുട്ട തോരനാണെന്നേ തോന്നുള്ളൂ. പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ മുട്ടയുടെ സ്വാദും ഉണ്ടാകും. എന്നാൽ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ചക്കക്കുരു. അപ്പം നമ്മുടെ സാധാരണയായിട്ടുള്ളൊരു ചക്കക്കുരുവിനെ നമ്മൾ സ്വാദിഷ്ടമായൊരു തോരനാക്കി മാറ്റിയിരിക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മുട്ടത്തോരൻ എളുപ്പത്തിൽ തന്നെ റെഡിയായി കഴിഞ്ഞു. ഇത് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ചോറിന്റെ കൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.